ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു സിനിമ വിജയിച്ചു, അതിൽ നിന്ന് കോടികൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വ്യവസായം വിപുലീകരിക്കാനുള്ള ശ്രമമാണ്. മുൻകാല ചരിത്രം എടുത്തു നോക്കിയാൽ നമുക്കിത് മനസ്സിലാകും. ഒന്നുമില്ലാതെ സിനിമ എടുക്കാൻ വന്ന് ഭാഗ്യം കൊണ്ട് ആ സിനിമ രക്ഷപ്പെട്ട് കോടികൾ ഉണ്ടാക്കി ആ കോടികൾ നഷ്ടപ്പെടുത്താതെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലും ഗൾഫ് രാഷ്ട്രങ്ങളിലും ബിസിനസ്സും സ്വത്തുക്കളും വാരിക്കൂട്ടി ജീവിതം സുരക്ഷിതമാക്കിയ ചില പ്രൊഡ്യൂസർമാരുണ്ടെന്ന് ആലോചിക്കണം. അതേസമയം എല്ലാം വിറ്റ് തൊലച്ച് വഴിയാധാരമാകേണ്ടി വന്ന നിർമ്മാതാക്കളുമുണ്ടെന്ന് ആലോചിക്കണം. ബുദ്ധിപരമായി കരുക്കൾ നീക്കുന്നവനാണ്, അതായത് സെൻറ്റിമെൻസിന് ഇടം കൊടുക്കാത്തവനാണ്, കച്ചവടക്കാരനാണ് എന്നും വിജയിച്ചിട്ടുള്ളത്. അതോടൊപ്പം മാന്യമായ രീതിയിൽ പ്ലാനിങ് ഒരു പ്രധാന ഘടകമാണെന്ന് ആലോചിക്കണം. താൻ ചെയ്യാവുന്ന കാര്യങ്ങൾ, ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നത് അക്കമിട്ട് പറഞ്ഞുകൊണ്ട് അത് ആളാകാൻ ശ്രമിച്ചുകൊണ്ട് ഒന്നും നടക്കാതെ പോയവരുണ്ട്. അതേ സമയത്ത് ഞാൻ ഇന്നതൊക്കെ ചെയ്യാൻ പോകുന്നെന്ന് പറയാതെ ചെയ്യുമ്പോൾ മാത്രം അറിഞ്ഞുകൊണ്ട് പോകുന്ന അത്രയും ബുദ്ധിയുള്ള നടന്മാരും ഇവിടെയുണ്ടെന്ന് ആലോചിക്കണം. അവരിൽ മിടുമിടുക്കനാണ് പൃഥ്വിരാജ്. എന്താ അപ്പോൾ പൃഥ്വിരാജിനെ കുറിച്ച് ഇങ്ങനെ പൊക്കി പറയുന്നേ? കുറേ കാലം മുമ്പ് അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചേക്കാം. ഏത് കാലത്തായാലും ഞങ്ങൾ സത്യമേ പറയൂ, സത്യമേ എഴുതൂ, സത്യമേ വിളിച്ചു പറയൂ. കാരണം ഒരാളുടെയും ചെലവിലല്ല ഞങ്ങളുടെ യാത്ര. അതുകൊണ്ട് തന്നെ മുഖം നോക്കാതെ മറ്റു രീതിയിലും അത് മോശമാകാത്ത രീതിയിൽ, കുടുംബ ബന്ധങ്ങൾ തകർക്കാത്ത രീതിയിൽ ഞങ്ങൾക്ക് പറയാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ പൃഥ്വിരാജിനെക്കുറിച്ചല്ലാതെ വേറെ ആരെക്കുറിച്ച് പറയണം? മമ്മൂട്ടിയും മോഹൻലാലെയും മാറ്റി നിർത്തുന്നു. യുവതലമുറയിലെ വന്ന ചെറുപ്പക്കാരിലെ നടന്മാരിലെ പക്വതയോടെ സിനിമയെയും ജീവിതത്തെയും സമീപിക്കുന്ന ചെറുപ്പക്കാരൻ ഓൺലി പൃഥ്വിരാജ് എന്ന് പറയാതെ പറ്റില്ല എന്ന് ആലോചിക്കണം. കാരണം എന്താ, ഇവിടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നു, ഒറ്റ സിനിമയിൽ അഭിനയിച്ച് തിരിച്ചു പോകണമെന്ന് വന്ന ആൾ ഇവിടെ തന്നെ പിടിച്ചു നിർത്തേണ്ടി വന്നു. കാരണം ഈ സിനിമ അവസാനിച്ചിട്ട് അങ്ങോട്ട് പോകാം, അത് വിശ്രമമില്ലാത്ത രീതിയിൽ പൃഥ്വിരാജിനെ കേരളത്തിൽ തളച്ചിട്ടു. കേരളത്തിൽ തളച്ചിട്ടപ്പോൾ തന്നെയാണ് ഹിന്ദിയിലേക്കും തമിഴിലേക്കും മറ്റു ഭാഷകളിലേക്കും പോകേണ്ടി വന്നത്. നടൻ എന്ന നിലയിൽ വിജയിച്ചു നിൽക്കുമ്പോൾ അതിൻ്റേതായുള്ള ഭൗതിക സാഹചര്യമുണ്ടാക്കിയപ്പോൾ പൃഥ്വിരാജ് പിന്നെ എന്താ, പിന്നെ പ്രൊഡ്യൂസറായില്ലേ, പിന്നെ സംവിധാനം ചെയ്തില്ലേ. ഇപ്പോൾ ഇതാ ഒരു ഫുട്ബോൾ കമ്പനി തന്നെ ഉണ്ടാക്കിയില്ലേ. സൂപ്പർ ലീഗ് കേരള എന്ന ഫുട്ബോൾ ടീം. അതായത് ക്രിക്കറ്റിൻ്റെ രാജാക്കന്മാരായ കുറേ നടന്മാർ ഇന്ത്യയിലുണ്ടെന്ന് ആലോചിക്കണം. അവരൊക്കെ വലിയ കോടാനുകോടികൾ ചെലവിട്ടാണ് ഈ ക്രിക്കറ്റ് ടീം ഉണ്ടാക്കിയെന്നായിരിക്കണം. നമ്മളിപ്പോൾ IPL എല്ലാം കണ്ട് തളർന്നിരിക്കുന്നവരാണിപ്പോൾ. ഇനി വരാനിരിക്കുന്ന IPL ഉണ്ടെന്ന് ആലോചിക്കണം. അവിടെ ഷാരൂഖ് ഖാൻ അടക്കമുള്ളവരുടെ ടീമുകളുണ്ടായിരിക്കണം. ഇന്ത്യയിലെ വൻ വ്യവസായികളുടെ ടീമുണ്ടെന്ന് ആലോചിക്കണം. അവരൊക്കെ കോടികൾ വില കൊടുത്ത് ടീമിനെ ഒരു സ്വന്തമാക്കി ലോകത്തുള്ള മികച്ച കളിക്കാരെ ലേലം വിളിച്ചെടുത്ത് അങ്ങനെ മത്സരിച്ച് തൻ്റെ സാമ്രാജ്യം വിപുലീകരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കേരളത്തിൽ തന്നെ ഇവിടെ നല്ല ടീം എന്ന് പറയാൻ ഗോകുലം ഗോപാലൻ്റെ ഫുട്ബോൾ ടീം ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. ഇപ്പോഴിതാ പൃഥ്വിരാജും തൻ്റെ പ്രിയ പത്നിയും ചേർന്ന് ഒരു ഫുട്ബോൾ ടീം രൂപീകരിച്ചിരിക്കുന്നു. അതിൻ്റെ പേര്, നല്ലൊരു പേരും അവർ അന്വേഷിക്കുന്നുണ്ട്. ഒരു ഫുട്ബോൾ ടീം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല. കോടാനുകോടികളൊക്കെ വേണം. കോടാനുകോടികൾക്ക് പ്രശ്നമില്ല. അവരുടെ സിനിമകൾ മിക്കതും കോടാനുകോടികൾ നേടിയെന്ന് ആലോചിക്കണം. അപ്പോൾ ഒരേ സമയം നടൻ, ഒരേ സമയം ഹിറ്റ് ഡയറക്ടർ, ഒരേ സമയം ഹിറ്റ് ബിസിനസ്സുകാരൻ എന്ന രീതിയിൽ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നവരാരുണ്ട്, എങ്ങനെയാണ് ഈ പൃഥ്വിരാജിന് ഈ മാറ്റമുണ്ടായത്?
സുപ്രിയ ജീവിതത്തിൽ വന്നതിന് ശേഷമല്ലേ ഇങ്ങനെ മാറ്റമുണ്ടായത്? കാരണം പലരും പറയാനുണ്ട്, ഒരു പുരുഷൻ്റെ വിജയത്തിന് പിന്നിൽ അയാളുടെ ഭാര്യയായിരിക്കും ശക്തമായി ഉണ്ടാവുക എന്ന് പറയാറുണ്ട്. സത്യമോ അസത്യമോ ചിലരൊക്കെ ഉണ്ടായിരിക്കാം. ഇല്ലെങ്കിലും വിജയ പീഠത്തിൽ നിൽക്കുമ്പോൾ അവർക്ക് അവരുടെ ഭാര്യയെ തള്ളി പറയാൻ പറ്റില്ല. ഭാര്യ തന്നെയാണ് നല്ല ബാക്ക് ബോണായിട്ട് നിന്നതെന്ന് അവർക്ക് പറയേണ്ടി വരും. പക്ഷെ ഇവിടുത്തെ ഇതല്ല. പൃഥ്വിരാജിനെ സംബന്ധിച്ച് അങ്ങനൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. സാധാരണ സ്ത്രീകൾ പറയും, ഏത് മെരുങ്ങാത്ത പുരുഷനെയും തൻ്റെ കയ്യിൽ കിട്ടിയാൽ തൻ്റെ കാൽ കീഴിലാക്കുമെന്ന് പറയുന്ന സ്ത്രീകളുണ്ട്. അയാളുടെ സ്വഭാവം എന്തായിരുന്നാലും എൻ്റെ അരികിലേക്ക് വരുമ്പോൾ സ്വഭാവം മാറ്റിയെടുക്കുന്ന വീമ്പടിക്കുന്ന സ്ത്രീകളും ഇവിടെ ഉണ്ടെന്ന് ആലോചിക്കണം. ഇത് എല്ലാവരും ബാധിക്കുന്ന കാര്യമല്ല കേട്ടോ, അങ്ങനെയും കുറേ പേരുണ്ട്. പക്ഷെ അങ്ങനെ സുപ്രിയ ജീവിതത്തിലേക്ക് വന്നു. അപ്പോൾ ജീവിതത്തിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ പൃഥ്വിരാജിൻ്റെ ഒരു നിശ്ചയദാർഢ്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് ആലോചിക്കണം. പൃഥ്വിരാജ് മുമ്പും പറഞ്ഞിട്ടുള്ളത്, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ പ്രണയിച്ചേ കല്യാണം കഴിക്കുള്ളൂ. പൃഥ്വിരാജിൻ്റെ പേരുമായിട്ട് പൃഥ്വിരാജ് സ്വന്തമാക്കാൻ വേണ്ടി പല നടികളും, എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, പല നടികളും സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നായിരിക്കണം. പക്ഷെ അവിടെ നിന്നൊക്കെ ഈ വരാല് വഴുതി പോകുന്ന പോലെ പൃഥ്വിരാജ് വഴുതിപ്പോയി എന്നുള്ളതാണ് സത്യം. അവസാനം സുപ്രിയമായിട്ടുള്ള പ്രേമ വിവാഹമാണ് നടന്നത്. അവിടെയും പൃഥ്വിരാജ് തൻ്റെ വ്യക്തിത്വമായി മുന്നേറിക്കൊണ്ടിരുന്നു. സിനിമകൾ വിജയിച്ചു. അത് മകളുടെ ജനിച്ചതിന് ശേഷമുള്ള ഗുണമാണ്, നല്ല സമയമാണ് എന്ന് പറയുന്നുണ്ട്. അതല്ല, സുപ്രിയ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമാണ് പൃഥ്വിരാജിന് പരാജയം ഇല്ലാത്തതെന്ന് പറയുന്നു. എന്തായാലും പൃഥ്വിരാജിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സുഖകരമായ അനുഭവങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും മല്ലിക എന്നുള്ള അമ്മ, കാരണം ഈ മക്കളുടെ ജീവിതത്തിൽ വളരെ ശക്തമായി നിൽക്കുന്ന ഒരു സ്ത്രീയാണ്, സ്ത്രീരത്നമാണ് മല്ലിക എന്നാലോചിക്കണം. മല്ലിക സുകുമാരൻ്റെ ശരിക്ക് ഡിറ്റോ ആണ് പൃഥ്വിരാജ് എന്ന് ആലോചിക്കണം. കാരണം സുകുമാരൻ്റെ എന്തെല്ലാം ശക്തികളും മാനേഴ്സുകളും എല്ലാം പൃഥ്വിരാജിന് കിട്ടിയിട്ടുണ്ട്. കള്ളം പറയണ പ്രശ്നമില്ല, പറയാനുള്ള കാര്യങ്ങൾ ചങ്കുറപ്പോടെ പറയും. അതിപ്പോഴല്ല, വന്ന സമയം മുതൽ പറഞ്ഞ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നിരിക്കണം. ഈ പൃഥ്വിരാജിനെ ഔട്ടാക്കാൻ നോക്കിയതല്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു? വല്ലതും സംഭവിച്ചോ? കഴിവുള്ളവനെ പുറത്താക്കാൻ കഴിയില്ല എന്നാലോചിക്കണം. ഇപ്പോൾ പറഞ്ഞു വന്നത് പൃഥ്വിരാജ് ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നാലോചിക്കണം. ആ മാറ്റങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു അത്ഭുതാവഹമായ മാറ്റമാണ് വന്നിരിക്കുന്നതായിരിക്കണം. ആ മാറ്റിയെടുത്ത് സുപ്രിയയാണെന്ന് പറയുമ്പോൾ പൃഥ്വിരാജ് പറയാം, അല്ല, എനിക്ക് എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് സുപ്രിയയോ എൻ്റെ അമ്മ മല്ലികയോ അല്ല, വേറൊരു സ്ത്രീയാണ്, ഒരു പെൺകുട്ടിയാണ് എന്നാണ് പൃഥ്വിരാജ് പറഞ്ഞത്. അങ്ങനെ ഭാര്യയ്ക്കും അമ്മയ്ക്കും കഴിയാത്തൊരു പെൺകുട്ടിക്ക് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ പൃഥ്വിരാജ് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു മാറ്റമല്ല എന്നിലുണ്ടാക്കിയെന്ന് ആലോചിക്കണം. കാരണം അതായത് എൻ്റെ മകൾ അലങ്കൃത, ആ കുട്ടി ജനിച്ചതിന് ശേഷമാണ് എന്നിൽ മാറ്റങ്ങൾ ഉണ്ടായതെന്ന് ആലോചിക്കണം. ആ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് സുപ്രിയ എടുത്തു വച്ച നിമിഷം മുതൽ എൻ്റെ ശരീരമാസകലം വല്ലാത്തൊരു ചേഞ്ചായിരുന്നു ആലോചിക്കണം. ആ ചേഞ്ച് ആണ് എൻ്റെ ജീവിതത്തിനായി. ഒരേ സമയം ആ കൈകളിലേക്ക് എറിയപ്പോൾ ഞാൻ വെറുമൊരു പൃഥ്വിരാജല്ല, ഞാൻ ഒരച്ഛനായി ആലോചിക്കണം. അപ്പോൾ ഭാര്യ എൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ തന്ന നിമിഷം മുതൽ തന്നെ ഞാൻ ഉത്തരവാദിപ്പെട്ട ഒരു അച്ഛനായി മാറി എന്നുള്ളതായിരിക്കണം. പിന്നീട് എൻ്റെ ജീവിതം ഉണ്ടായ മാറ്റങ്ങളെല്ലാം എൻ്റെ ഈ മകളാണെന്ന് ആലോചിക്കണം. സുപ്രിയയും മല്ലിക ചേച്ചിയും അസൂയപ്പെടരുത്. കാരണം പൃഥ്വിരാജിൻ്റെ ഈ വാക്കുകൾ തന്നെയാണ് പലർക്കും പറയാനുള്ളത്. എന്തായാലും ഈ മുന്നോട്ടുള്ള യാത്രയിൽ സിനിമയായാലും ഫുട്ബോളായാലും ഇനി വരാനിരിക്കുന്ന ക്രിക്കറ്റായാലും അതിൽ പൃഥ്വിരാജ് വിജയിക്കുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. അത്രമാത്രം ശ്രദ്ധിച്ചിട്ടാണ് തൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ആ യാത്രയിൽ വിജയമല്ലാതെ പരാജയത്തിൻ്റെ കയ്പുനീര് കുടിക്കാൻ പൃഥ്വിരാജ് സമ്മതിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്.